ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ യൂട്യൂബ് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക വഴി മാത്രമേ നമ്മുടെ ചാനൽ ഗ്രോ ആവുകയുള്ളൂ, അതിലൂടെ നല്ല രീതിയിൽ ഏണിങ്സ് സമ്പാദിക്കാം എന്നെല്ലാം ചിന്തിച്ചാൽ മാത്രം നമ്മുടെ ചാനൽ ഗ്രോ ആകില്ല. നമുക്ക് യൂട്യൂബിൽ കുറച്ച് സെറ്റിങ്സ് ചെയ്യാനുണ്ട്. യൂട്യൂബിൽ തന്നെ നമ്മൾ ക്രോം ബ്രൗസറിൽ പോയിട്ട്, മൊബൈലിലാണെങ്കിൽ ക്രോം ബ്രൗസറിൽ പോയിട്ട് നമുക്ക് ഈ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരാം. കാരണം എന്താണെന്ന് വെച്ചാൽ, ആഡ്സൻസ് ഇഷ്യൂമായിട്ട് എനിക്ക് കിട്ടിയ ഒരു ചാനലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരുന്നത്. പക്ഷേ ഞാൻ അവരെ ഒരിക്കലും തെറ്റ് പറയുകയില്ല. ബിഗിനറായിട്ട് വരുന്ന ഏതൊരു വ്യക്തികളും ഇത്തരത്തിൽ അവരുടെ സെറ്റിങ്സ് ഒന്നും നോക്കി കാണാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ചാനൽ കിട്ടുക വഴി തീർച്ചയായിട്ടും ഞാൻ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ഇവർ യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു, മറ്റുള്ളവർ കണ്ടാൽ കണ്ടു, അതിലൂടെ കിട്ടുന്ന ഡോളറും ഇങ്ങനെ എൻ്റെ വ്യൂസ് ഇത്രയേ വരുന്നുള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ചാനലിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. കാരണം നമ്മുടെ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഈ യൂട്യൂബിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം പോലും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ കൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ ശരിക്കും പറഞ്ഞാൽ അർത്ഥമില്ല എന്ന് തന്നെ പറയാം. കാരണം ഇത് നമ്മുടെ അടിത്തറയാണെന്ന് തന്നെ പറയാം. യൂട്യൂബിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. ബിഗിനറായിട്ടുള്ളവർ ശ്രദ്ധിക്കാറില്ല. പഴയ യൂട്യൂബേഴ്സൊക്കെ ആണെങ്കിൽ അവരെന്തായാലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം അവരുടെ ചാനലിൽ ഇതുപോലെ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്ത് സെറ്റിങ്സിൽ പോയിട്ട് എന്തൊക്കെ കൊടുക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും അവർ പഠിച്ചിട്ടുണ്ടാവും, അവർ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ പുതുതായിട്ട് വരുന്നവരും അതുപോലെ തന്നെ യൂട്യൂബിൽ കുറച്ച് മാസങ്ങളോളം, 6 മാസത്തോളം വർക്ക് ചെയ്തിട്ടും ഇങ്ങനെയുള്ള സെറ്റിങ്സ് ഒന്നും ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലെയുള്ള സെറ്റിങ്സ് ആയിക്കോട്ടെ, ആഡ്സൻസ് ആയിക്കോട്ടെ, യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റ് ആയിക്കോട്ടെ, എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഓരോ സെറ്റിങ്സ് ആയിട്ട് ഇവിടെ നമുക്ക് നോക്കാം. അതേപോലെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അവർക്ക് വേണ്ടിയിട്ടുള്ള കിടിലൻ കുറച്ച് കാര്യങ്ങൾ, ക്യാഷ് സമ്പാദിക്കാനുള്ളതും അതുപോലെ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടേണ്ട ഒരു കാര്യവും വ്യക്തമായി പറഞ്ഞു തരുന്നതായിരിക്കും. സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഞാനിവിടെ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്തപ്പോൾ ഇവിടെ 4000 സംതിങ് സബ്സ്ക്രൈബ്സ് ഉള്ള ഒരു ചാനലാണ്. ഞാൻ ഒരിക്കലും ഈ ചാനൽ ഒരു കുറ്റകരമായിട്ടല്ല പറയുന്നത്. അതായത് നിങ്ങൾ എല്ലാവരും അറിവ് നേടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത്. ഒരിക്കലും ഈ ചാനൽ ഞാൻ പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്ക് അറിവില്ലായ്മ കൊണ്ട് അങ്ങനെയൊന്നുമല്ല. ഇത് നമ്മളെ പോലെയുള്ള ഒരുപാട് പേര് മനസ്സിലാക്കാത്ത ഒരു കാര്യങ്ങളുണ്ടാവും. അതാണ് ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ സെറ്റിങ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും താഴെ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈലിലാണെങ്കിൽ ഈ താഴെ നിങ്ങൾക്ക് സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ കാണും. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ജനറൽ എന്നുള്ളതാണ്. ഈ ജനറൽ എന്നുള്ളതിൽ ഇപ്പോൾ US ഡോളർ എന്ന് കാണിക്കുന്നുണ്ട്. ആദ്യം തൊട്ട് തന്നെ പറഞ്ഞുതരാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ആദ്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ USD എന്നുള്ളതിൽ പലവരും ചിന്തിക്കും ഇതെന്താണ് കൊടുത്തിരിക്കണമെന്ന്. ഇവിടെ നമുക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് അവിടുത്തെ രാജ്യത്തിൻ്റെ കറൻസി എങ്ങനെയാണോ അതുമായി പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ US ഡോളർ എന്ന് പറയുന്നത് അമേരിക്കൻ്റെയാണ്, അതാണ് അവിടെ USD എന്ന് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ആണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഇവിടെ മുകളിലുണ്ടാവും. ഓക്കെ, ഇവിടെ ഇന്ത്യൻ എന്നുള്ളത് ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് INR ഇന്ത്യൻ റുപ്പീസ് എന്ന് എഴുതിയിട്ടുള്ള ഒരു നെയിം കാണാൻ കഴിയും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സേവ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇവിടെ സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ അനലിറ്റിക്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു അനലിറ്റിക്സിൽ പോയിട്ട് നിങ്ങളുടെ ഡോളർ, ഇവിടെ റവന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, റവന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 203 കണ്ടോ ഇന്ത്യൻ റുപ്പീസായിട്ട് കൺവേർട്ടായി. മുമ്പ് ഡോളർ ആകുമ്പോൾ പലവർക്കും അറിയില്ല എനിക്ക് എത്ര ഡോളറിന് എത്ര രൂപയാണ്, ഇന്ത്യൻ രൂപ എത്രയാണ് കിട്ടുക, ഇത്രയും ഡോളർ വന്നതിന് ഇന്ത്യൻ രൂപ എത്രയാണെന്നൊന്നും പലവർക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എത്ര ഡോളർ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ലാസ്റ്റ് 28 ഡേയ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൈഫ് ടൈം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ടോട്ടൽ റവന്യൂ എത്ര നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അത് കാണാൻ കഴിയും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു USD എന്ന് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു ഓപ്ഷനിൽ പോയിട്ട് ഞാൻ USD എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. എന്നതിന് ശേഷം സേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ പഴയത് എങ്ങനെയാണോ അത് തന്നെ, കാരണം ഡോളറിൽ തന്നെ കണ്ടാൽ മതി, അത് കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് പറഞ്ഞു തന്നാണ്. അപ്പോൾ ഇവിടെ സെറ്റിങ്സിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ പറഞ്ഞു തരാം. ചാനൽ എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുകയാണ്. അപ്പോൾ ഈ ചാനൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതും ബേസിക് ഇൻഫോ എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ ആദ്യം ചാനൽ നെയിം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കൺട്രി ഓഫ് റെസിഡൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കൺട്രി സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യണം. നമ്മൾ ഏത് രാജ്യത്തിൽ നിന്നാണോ നമ്മുടേതായ രാജ്യം ഏതാണോ അത് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്യാണ്. ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ത്യ സെലക്ട് ചെയ്തു. പിന്നെ ഇവിടെ കീവേഡ് മെയിനായിട്ട് ഒരുപാട് പേര് പറയാറുണ്ട് എൻ്റെ ചാനൽ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നില്ല, എൻ്റെ ചാനൽ ഫ്രണ്ട്സിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ
ചാനൽ സെർച്ച് ചെയ്യുമ്പോൾ വരുന്നില്ല, കാണുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ കീവേഡേ കൊടുത്തിട്ടുണ്ടാവില്ല. ഇത് കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിച്ച് കാണിക്കുന്നുണ്ട്, ഇവിടെ കീവേഡ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ചാനലുമായി അനുബന്ധിച്ചിട്ടുള്ള കീവേഡുകൾ, ചാനൽ നെയിം കൊടുക്കുക, എങ്ങനെയൊക്കെ ആളുകൾ നിങ്ങളുടെ ചാനൽ സെർച്ച് ചെയ്യും അതിന് പ്രകാരമായിട്ടുള്ള കീവേഡുകൾ ഇവിടെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ കൊടുക്കുന്നില്ല, വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. കീവേഡ് ഇവിടെ മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം. ഓക്കെ, ഇവിടെ കീവേഡ് കൊടുത്ത ശേഷം ഇവിടെ സേവ് എന്ന് കൊടുക്കണം. ഇനി നമുക്ക് ബേസിക് ഇൻഫോൻ്റെ അടുത്ത് തന്നെയുള്ള ഓപ്ഷനായ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോകാം. ഇതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഓഡിയൻസ് എന്ന് കാണാൻ കഴിയും. ഇതിൻ്റെ താഴെ തന്നെ ഇവിടെ കോപ്പ ആക്ട് കണ്ടോ, യെസ് എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കോപ്പ ആക്ട് കിഡ്സിൽ പെടുന്നതാണ്. ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് നോ എന്ന് കൊടുത്താൽ മതി. കിഡ്സ് അല്ലാത്ത ചാനലുകാർക്ക് കൊടുക്കേണ്ട ഓപ്ഷനാണ്. പലവർക്കും കിഡ്സിൻ്റെ കാറ്റഗറിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. കിഡ്സിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള വീഡിയോ ആണ് എന്നുള്ളതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. അപ്പോൾ ഈ ചാനൽ ആർട്ട് പരമായിട്ടുള്ള വീഡിയോസൊക്കെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കിഡ്സിന് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പം ഞാനിവിടെ നോ തന്നെ കൊടുത്തിട്ടുണ്ട്. കിഡ്സിന് വേണ്ടി അല്ലാത്ത ഏതൊരു ചാനലാണെങ്കിലും ഇവിടെ നോ എന്ന് കൊടുത്തിട്ട് ഇവിടെ സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ താഴെ തന്നെ ഇവിടെ ഓട്ടോ ജനറേറ്റഡ് ക്യാപ്ഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, ടിക്ക് മാർക്ക് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ വീഡിയോ പറയുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ഇംഗ്ലീഷ് വേർഡ്സുകളൊക്കെ ഇവിടെ എഴുതി കാണും. സബ്സ്റ്റിറ്റ്യൂട്ട് ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ട്, അതായത് ലാംഗ്വേജുകൾ ഇങ്ങനെ നമ്മൾ ശരിയായിട്ടല്ല ചിലപ്പോൾ പറയുന്നത് വെച്ചാൽ പല രീതിയിലുള്ള വാക്കുകളൊക്കെ ആയിരിക്കും അവിടെ വരിക. അതില്ലാണ്ടിരിക്കാനാണ് ഈ ടിക്ക് മാർക്ക് കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചിലപ്പോൾ ഇംഗ്ലീഷിലൊക്കെയാണ് സംസാരിക്കുന്നത് വെച്ചാൽ കറക്റ്റായിട്ടുള്ള വാക്കുകളായിരിക്കും താഴെ മെൻഷൻ ചെയ്യുക. അപ്പോൾ അത് നമ്മളിപ്പോൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് അത് ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പല രീതിയിലുള്ള ഇംഗ്ലീഷ് വേർഡൊക്കെ ആയിരിക്കും ഉള്ള ഓഡിയൻസ് കാണുക. അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് ഇവിടെ ഓഡിയോ ജനറേറ്റഡ് ക്യാപ്ഷൻ എന്നുള്ളതിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. പിന്നെ ഇവിടെ കാണാൻ കഴിയുന്നത് സബ്സ്ക്രൈബ് കൗണ്ട് ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ടില്ല, കാരണം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഹൈഡ് ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാം. ഇതുപോലെ നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്തില്ലെങ്കിൽ അത് ഹൈഡാണ് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ അഡ്വർടൈസ്മെൻ്റ് ആണ്, പരസ്യം വരുന്നത്. ഇത് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കരുത്, കാരണം ഇവിടെ നമുക്ക് അത്തരത്തിലുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസേബിൾ ഇൻട്രസ്റ്റഡ് ബേസ്ഡ് ആർട്സ്. നമുക്ക് ഇൻട്രസ്റ്റഡ് ബേസ്ഡ് ആർട്സ് ഡിസേബിൾ ആക്കി ഇടണോ എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ആർക്കും ഇഷ്ടമല്ല എന്ന് തന്നെയാണ് എൻ്റെ അനുമാനം. കാരണം അങ്ങനെ ആരും കൊടുക്കരുത്, ഇതിലൊരു ടിക്ക് മാർക്കും കൊടുക്കരുത്. അപ്പോൾ ഈ കോപ്പ ആക്ട് കൊടുത്തത് കൊണ്ട് ഇവിടെ നമ്മൾ സേവ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, പിന്നെ നമ്മൾ വീണ്ടും സെറ്റിങ്സിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഇവിടെ നിങ്ങൾ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, അതുപോലെ വിസിബിലിറ്റി, ടാഗ് ഇതെല്ലാം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ കൊടുത്തു വെക്കുന്നത് നല്ലതാണ്. ഇതിൽ കൊടുക്കാൻ പറ്റുന്നത് ഒന്ന് ഡിസ്ക്രിപ്ഷൻ മാത്രം കൊടുക്കുക. വിസിബിലിറ്റി നിങ്ങൾ അൺലിസ്റ്റഡ് ആക്കി വെക്കുക. ഓക്കെ, അൺലിസ്റ്റഡ് ആക്കി വെച്ചിട്ട് സേവ് ചെയ്ത് വെക്കുക. നിങ്ങൾ ഏതൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പബ്ലിഷ് ആവാതെ അൺലിസ്റ്റഡ് ആയിട്ട് കിടക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തമ്പിനെയിലും കാര്യങ്ങളൊക്കെ വെക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യം മറന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു വീഡിയോസ് എപ്പോഴും അൺലിസ്റ്റഡ് ആക്കി വെച്ച ശേഷം എല്ലാം ഓക്കെ ആയ ശേഷം മാത്രമേ പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ടാഗ് ഒന്നും ഇതിൽ ഇപ്പോൾ സെറ്റ് ചെയ്യേണ്ട. ടാഗ് എല്ലാം നിങ്ങൾ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ടാഗ് ഏതാണോ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ടാഗാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി വരുന്ന രൂപത്തിൽ നമുക്കിവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ടൈറ്റിലും കൊടുക്കേണ്ട, ഡിസ്ക്രിപ്ഷൻ മാത്രം കൊടുക്കാം. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു വയ്ക്കാവുന്നതാണ്. പിന്നെ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്നുള്ളതിൽ ലൈസൻസ് നോക്കുക, സ്റ്റാൻഡേർഡ് ലൈസൻസ് തന്നെ ആയിരിക്കണം. ഓക്കെ, ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 ലൈസൻസ് തന്നെ ഉണ്ടാവുള്ളൂ. ക്രിയേറ്റീവ് കോമൺ ആട്രിബ്യൂഷൻ എന്നുള്ള ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ മറ്റുള്ള ഒരാൾക്ക് അനുമതി നിങ്ങൾ തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളിവിടെ സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് തന്നെ കൊടുത്താൽ മതി. പിന്നെ ഇവിടെ അടുത്തൊരു ഓപ്ഷൻ മോണിറ്റൈസേഷൻ എന്നുള്ളതാണ്. അതായത് ഡിസ്പ്ലേ ആഡ്സ് ഇതെല്ലാം ഇവിടെ ടിക്ക് മാർക്ക് തന്നെ കൊടുത്തിരിക്കുന്നത്. ഇത് കറക്റ്റാണ്. ഇതെല്ലാം നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനലാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത ശേഷം ഇവിടെ സേവ് എന്ന് കൊടുക്കുക. സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ചാനൽ ഡാഷ്ബോർഡിലേക്ക് ഒന്ന് പോകുക. ചാനൽ ഡാഷ്ബോർഡിൽ പോയാൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ തന്നെ ഇവിടെ ഒരു ഓപ്ഷനും കൂടിയുണ്ട്, ലൈവ് ചാറ്റ് ചെയ്യാൻ. ഇവിടെ ഒരു ലൈവ് ചാറ്റിൻ്റെ ഓപ്ഷനാണ്. ഇത് ഞാൻ പലകുറി പറഞ്ഞിട്ടുണ്ട്, പുതുതായിട്ട് വന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ചാറ്റിലേക്കാണ് പോകുന്നത്. മുമ്പ് ഓരോരോ കാര്യങ്ങളിലേക്ക് പോയിട്ടാണ് നമുക്ക് ചാറ്റിനുള്ള ഓപ്ഷൻ ലഭിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, ഡയറക്റ്റ് ഒരു ഓപ്ഷനും നിങ്ങളോട് ചോദിക്കുന്നതല്ല. ഇതിൽ ക്ലിക്ക് ചെയ്യുക വഴി ഡയറക്റ്റ് നിങ്ങൾക്ക് ലൈവ് ചാറ്റ് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ചാനൽ മോണിറ്റൈസ്ഡ് ആയിരിക്കണം, എന്നിരുന്നാലേ കിട്ടുള്ളൂ കേട്ടോ ഈ ഒരു ഓപ്ഷൻ. പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ ഇവിടെ ഒരു വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോയുടെ ടൈറ്റിൽ ക്ലിക്ക് ചെയ്യണം. ടൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പെൻസിലിൻ്റെ ചിഹ്നം വരും. ഈ പെൻസിലിൽ ക്ലിക്ക് ചെയ്യുക.
പെൻസിലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെയാണ് ഇവിടെ വരിക. എന്തൊക്കെ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൻ്റെ വളർച്ചയ്ക്ക് അനുയോജ്യമായിട്ടുള്ള എൻഡ് സ്ക്രീൻ വെക്കാൻ ഇവിടെ നിങ്ങൾക്ക് എൻഡ് സ്ക്രീൻ എന്ന് കാണാൻ കഴിയും. ഈ എൻഡ് സ്ക്രീന് ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഓരോ ടെംപ്ലേറ്റ് കിട്ടും. അതുപോലെ തന്നെ സബ്സ്ക്രൈബറിൻ്റെ ആ ഒരു ബട്ടൺ ഇവിടെ റൗണ്ടിൽ കാണുന്നുണ്ടല്ലോ, ഒരു സബ്സ്ക്രൈബിൻ്റെ ആ ഒരു ലോഗോ ആണ് ഇവിടെ വരിക. അതെല്ലാം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗം തൊട്ടിട്ട് ഈ ഒരു എൻഡ് സ്ക്രീൻ പ്രവർത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ എൻഡ് സ്ക്രീൻ കണ്ട് എൻഡ് സ്ക്രീനിലൂടെ ആ ഒരു വീഡിയോയിലേക്കും കൂടി പോകാനുള്ള പ്രവണത ഉണ്ടാവും. അതുവഴി നിങ്ങൾക്ക് വ്യൂസും കിട്ടും. അതുപോലെ തന്നെ ആഡ്സ് ഒക്കെ പ്രവർത്തിക്കുക വഴി നിങ്ങൾക്ക് വരുമാനം കൂടുതൽ ലഭിക്കുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ബട്ടൺ വെക്കുന്നത് വഴി ആ ഒരു വ്യക്തിക്ക്, ലാസ്റ്റ് കാണുന്ന വ്യക്തിക്ക് ആ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നുള്ള ഒരു മനോഭാവം കൂടി ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ് സബ്സ്ക്രൈബ് ബട്ടൺ വെക്കുന്നതുകൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ടെംപ്ലേറ്റുകൾ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും വീഡിയോ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും താഴെ ചൂസ് സ്പെസിഫിക് വീഡിയോ എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ മറ്റുള്ള വീഡിയോസിലേക്ക് ഫയലിലേക്ക് പോകുന്നതായിരിക്കും. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ വീഡിയോ അതിലേക്ക് വരുന്നതായിരിക്കും. അതേപോലെ രണ്ടാമത്തെ കോളത്തിൽ ഇതുപോലെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചൂസ് സ്പെസിഫിക് വീഡിയോ ഇതിൽ പോയ ശേഷം വീണ്ടും ഇതേപോലെ വേറെ ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം ഈ ടെംപ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വിരൽ ഉപയോഗിച്ച് നീക്കി നമുക്ക് എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. കാരണം നമ്മൾ ചിലപ്പോൾ മുഖം നമ്മുടെ ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോ ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഇവിടെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ സെറ്റ് ചെയ്യാം. കൈ ഉപയോഗിച്ചിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വയ്ക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിന് ശേഷം സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അവിടെ സേവ് ആവുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ കാണുന്ന വ്യക്തികൾക്ക് എൻഡ് സ്ക്രീൻ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ കാർഡ്, ഈ കാർഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വീഡിയോ പ്ലേലിസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിൽ പ്ലേലിസ്റ്റ് ഓരോ ഈ ഒരു ബാർ ഉണ്ടല്ലോ, ഇവിടെയാണോ കൊണ്ടുവയ്ക്കുന്നത് അവിടെയായിരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള കാർഡ് വെക്കാൻ. ഇവിടെ ഐ ബട്ടണായിട്ട് ഇങ്ങനെ മുകളിലോട്ട് പോകുന്ന പല വീഡിയോയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഐ ബട്ടണായിട്ട് പോകും. നമുക്കൊക്കെ എല്ലാവർക്കും ചെയ്യാം. ഇത് മോണിറ്റൈസ്ഡ് ആണെന്നൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. ഓക്കെ, ഇത്തരത്തിൽ കാർഡൊക്കെ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ക്ലിക്ക് ചെയ്യുക വഴിയും നിങ്ങളുടെ മറ്റുള്ള വീഡിയോയിലേക്ക് പോയിട്ട് വ്യൂസ് അധികരിക്കാൻ കഴിയും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതെല്ലാം സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഡോളറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവർ 8 മിനിറ്റിൽ കൂടുതൽ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ താഴെ കണ്ടോ മാനേജ് മിഡ് റോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, മാനേജ് മിഡ് റോൾ വീഡിയോസ് മിഡ് റോൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എത്ര വേണമെങ്കിൽ, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എത്ര ആഡ്സ് ഇത്തരത്തിൽ കൊടുക്കാൻ കഴിയുമെന്ന്. നിങ്ങൾക്ക് ഇവിടെ ഓരോ പുള്ളിയിലും എത്ര തന്നെ വെക്കാൻ കഴിയും. ഇവിടെ നോക്കിയോ, ആഡ് ബ്രേക്ക് എന്നുള്ളതിൽ ഈ മുകളിൽ പ്ലസ് ആഡ് ബ്രേക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താലാണ് ഇവിടെ ആഡ് വരികയുള്ളൂ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഈ ഒരു കാര്യമാണ് നിങ്ങളും ചെയ്യേണ്ടതുള്ളൂ. ഇത്തരം കാര്യം നിങ്ങൾ ചെയ്യുക വഴി നിങ്ങൾക്ക് ഇവിടെ എല്ലാവിടെയും ആഡ് ഷോ ആവുന്നല്ല, നിങ്ങൾക്ക് എവിടെയൊക്കെ കൊടുക്കാൻ കഴിയും അവിടെയെല്ലാം നിങ്ങൾക്ക് കൊടുക്കുക വഴി യൂട്യൂബ് ആ ഒരു പർട്ടിക്കുലർ ഭാഗത്ത് ആഡ്സ് കാണിക്കുന്നതായിരിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഇവിടെ 10-90 വെച്ചിട്ട് അതിലെല്ലാം എൻ്റെ ആഡ്സ് പ്രവർത്തിക്കുമെന്ന് പറയുന്നത് ശരിയല്ല. ഓക്കെ, നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു 3-4 നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത്ര കൊടുത്താൽ മതി. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇത് ഫുള്ള് കൊടുത്തു കഴിഞ്ഞാൽ ആഡ്സ് ഒരുപാട് വരിക വഴി എനിക്ക് ഏണിങ്സ് കൂടും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല, നമുക്ക് പരമാവധി നമ്മൾ പറഞ്ഞ കണ്ടൻറ്റിന് അനുയോജ്യമായിട്ട് എവിടെയാണോ വീഡിയോ, ആ ഒരു വീഡിയോ ചിലപ്പോൾ ത്രില്ലായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു ആഡ് വരിക വഴി വീണ്ടും എന്തായാലും ആ ഒരു വ്യക്തി കാണുന്ന ഒരു ഓഡിയൻസ് വീണ്ടും ആ വീഡിയോ കാണുന്നതായിരിക്കും. കാരണം അടുത്ത പാർട്ട് കാണണമെങ്കിൽ ഈ ആഡ്സ് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യും. അങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് ഇങ്ങനെയുള്ള ആഡ്സിൻ്റെ ആഡ് ബ്രേക്ക് കൊടുക്കേണ്ടത്. ഇത് കൊടുത്ത ശേഷം കണ്ടിന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായി സേവ് ആവുന്നതായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്താൽ ഇവിടെ ഏറ്റവും മുകളിൽ സേവ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അവിടെ സേവ് ആയാലും ഇവിടെ ഈ ഒരു സേവ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെല്ലാം ചെയ്ത എൻ്റെ സ്ക്രീനും എല്ലാം ചെയ്തതും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സേവ് എന്നുള്ളത് കൊടുക്കാൻ ഒരു കാരണവശാലും മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ അത്യാവശ്യം സെറ്റിങ്സും ഒരുപാട് കാര്യങ്ങളും മനസ്സിലാക്കി തന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഇതുപോലെ യൂട്യൂബ് പരമായിട്ട് ഒരുപാട് സെറ്റിങ്സ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും മനസ്സിലാക്കാനുണ്ട്. എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഫുള്ള് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലവർക്ക് ബോറാവും, ചിലവർക്കൊക്കെ അറിയുന്ന കാര്യമായിരിക്കും, അറിയാത്തവർക്ക് തീർച്ചയായിട്ടും ഉപകരിക്കും. അതുപോലെ തന്നെ ഫ്രീ പ്രൊമോഷൻ ചലഞ്ചിൻ്റെ കാര്യം മറക്കരുത്. നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന കട്ട സപ്പോർട്ട് കൊണ്ടാണ് ഇത്തരത്തിലുള്ള എല്ലാവർക്കും കൈത്താങ്ങ് കൊടുക്കുന്നത്. അതുകൊണ്ട് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. തികച്ചും ഫ്രീ ആയിട്ടാണ്. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് ചോദിക്കാം, ആരെയൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അവർ എന്നോട് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല. ഞാൻ കമൻറ്റ് ചെയ്ത വ്യക്തികൾ, നമുക്ക് നമ്മുടെ ചാനലിൽ നിന്നിട്ട്
ഒരുപാട് വർഷങ്ങളോളം നമ്മുടെ ചാനലിൽ നിൽക്കുന്ന ഇപ്പോഴും ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും ഒരു സപ്പോർട്ട്, ഒരു കൈത്താങ് കൊടുക്കണം എന്നുള്ള രീതിക്കാണ് നമ്മൾ എല്ലാവരിനെയും സപ്പോർട്ട് ചെയ്യുന്നത്. മറ്റുള്ളവർ ആരും ചെയ്യാണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ആളുകളായതുകൊണ്ടാണ്. എല്ലാവരും എനിക്ക് വാല്യുബിൾ ആയിട്ടുള്ള ആളുകളാണ്. അത് വെറും 1000 സബ്സ്ക്രൈബർ മാത്രം ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നുള്ളൂ. ഒരിക്കലും 10,000 ലക്ഷം ആക്കി തരാം എന്ന് പറയുന്നില്ല. നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക വഴി നിങ്ങൾക്ക് ഓർഗാനിക്കായിട്ട് വരുന്ന സബ് മാത്രമേ നിങ്ങൾക്ക് എന്നും നിലനിൽക്കുകയുള്ളൂ. പക്ഷേ ഇത്തരത്തിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ടാബ് കിട്ടാനും ലൈവ് സ്ട്രീം ചെയ്യാനും ആദ്യത്തെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഈ കാര്യം നിങ്ങൾ മനസ്സിൽ എപ്പോഴും വയ്ക്കുക. ഒരുപാട് പേര് കമൻറ്റിലൂടെ പറയും ഈ സബ്ബൊന്നും കിട്ടിയിട്ട് ഞങ്ങൾക്കൊന്നും ഉപകാരമില്ല എന്ന്. അത്തരം ആളുകൾ ഇതുപോലെ പ്രൊമോഷന് പങ്കെടുക്കണ്ട. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, കമ്മ്യൂണിറ്റി ടാബും ലൈവ് സ്ട്രീമും ആദ്യത്തെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കാനാണ്. പിന്നെ നിങ്ങൾ വാച്ചവേഴ്സിന് വേണ്ടി നിങ്ങൾ വീഡിയോസ് തന്നെ ഇടണം. വാച്ചവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് തന്നെ വരണം. മറ്റുള്ള എന്തെങ്കിലും വെബ്സൈറ്റ് വഴിയൊക്കെ ചെയ്തു തരാമെന്ന് പറയുന്ന അബദ്ധത്തിൽ പോയി വീഴരുത്. അങ്ങനെ വീണ ഒരു വ്യക്തി ഇന്നലെയും കൂടി എന്നെ ഗൾഫിൽ നിന്ന് ഫോൺ ചെയ്ത് പറഞ്ഞോളൂ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കി കൊടുത്തിട്ട് പാടെ ലോസായി. മുമ്പത്തെ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതേപോലെയായി. പക്ഷേ മോണിറ്റൈസ്ഡാണ് ചാനൽ. അപ്പോൾ മോണിറ്റൈസ്ഡാണ്. ഞാനിവിടെ ചിഹ്നം കാണിച്ചു തരാം. മോണിറ്റൈസ്ഡ് ഇവിടെ കണ്ടോ, സ്ക്രീനിൽ കാണുന്നുണ്ട്. ചാനൽ മോണിറ്റൈസ്ഡാണ്. പക്ഷേ എന്താണ്, ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ എന്താണ്, അതിൽ ആഡ്സ് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ഗതി നിങ്ങൾക്ക് വരാതിരിക്കട്ടെ. അതുകൊണ്ടാണ് വാച്ചവേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ധൃതി പിടിച്ച് പെട്ടെന്ന് എല്ലാം ഏൺ ചെയ്യാം, 1000 സബ്സ്ക്രൈബറും 4000 പബ്ലിക് വാച്ചവേഴ്സും ചുളിവിലൂടെ നേടാം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല. നിങ്ങളുടെ എഫേർട്ട് കൊണ്ട് മാത്രമേ നിങ്ങളുടെ ചാനൽ വിജയിക്കുകയുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. ഒരുപാട് ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായി എന്നോ കരുതലോടുകൂടി അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.